എടി നീ വരുന്നോ? ഞങ്ങൾ വാർഡനെ കണ്ട് ശമ്പളം ചോദിക്കാൻ പോവോ? ഞാനും വരാം. ഞാനും കൂടി പോവാം. ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചോ? വേണ്ട വേണ്ട, നിന്റെ ഐസ്ക്രീം തീറ്റ അല്പം കൂടുന്നുണ്ട്. നല്ല അച്ഛനല്ലേ, ഇനി ഞാൻ കുറച്ചോളാം. ഇപ്പൊ ഒന്ന് വാങ്ങിത്താ. നീ ഇറങ്ങ. ഏത് ഐസ്ക്രീമാ വേണ്ടത്? ഒരു ചോക്കോബാർ. എന്നാ ഞാൻ പോട്ടെ അച്ഛാ. എത്ര ഏട്ടാ? 20 രൂപ. ഗുഡ് മോർണിംഗ് ആദി. ഗുഡ് മോർണിംഗ് കല്യാണി. ചേട്ടാ, ഒരു ഐസ്ക്രീം ആ കുഞ്ഞിന് കൊടുത്തേക്ക്. ആ ശരി. പത്മ ടീച്ചറിനെ കണ്ടപ്പോ എന്തിനാ മറഞ്ഞു നിന്നേ? മറഞ്ഞു നിന്നതല്ല, ബാത്റൂമിൽ പോയി. ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട് കുറെ നാളായി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അതിന്റെ അർത്ഥം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും.
പത്മ ടീച്ചറിനെ നിങ്ങക്ക് മുമ്പേ അറിയാവോ? അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ അവരുടെ കയ്യിൽ നിന്ന് കടവോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. ശരി, ഞാൻ പത്മ ടീച്ചറിനോട് തന്നെ ചോദിച്ചോളാം. മാഡം, പത്മ ടീച്ചറിനോട് എന്റെ കാര്യം പറയരുത്. അതെന്താ? എന്താ പ്രശ്നം? ടീച്ചറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോളാണ്. പത്മ ടീച്ചർ നിങ്ങളുടെ മോളോ? പിന്നെന്തിനാ നിങ്ങൾ ഈ ജോലിക്ക് വരുന്നത്? ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളും മറ്റുമുണ്ട്. മോള് തനിച്ച് പണിയെടുത്ത് അതെല്ലാം കൂടി വീട്ടിൽ തീർക്കാൻ പറ്റില്ല. അവൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇവിടെ വരുന്നത്. അത് മാഡം അവൾ അറിഞ്ഞ സമ്മതിക്കില്ല. ഐ എം സോറി, ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഐ എം റിയലി സോറി. ഹേ, അതൊന്നും കുഴപ്പമില്ല. ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് മാഡം എനിക്കൊരു പ്രത്യേകതയും തരണ്ട. ഇവിടുത്തെ ജോലിക്കാരുടെ കൂട്ടത്തിൽ തന്നെ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി. ഒറ്റ നോട്ടത്തിൽ എല്ലാവരെയും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. പക്ഷെ ചിലര്, നിങ്ങളെപ്പോലുള്ളവര്, ആ തോന്നലിനെ അങ്ങ് തോൽപ്പിച്ചു കളയും.